ഗൾഫ് ടുഡേയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അനിൽ വാസുദേവ്. ഇറാൻ പശ്ചിമേഷ്യ വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. അബുദാബിയിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഈജിപ്ത് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിലെ തീപിടുത്തത്തിലാണ് മരണം. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്ന്. ആക്രമണത്തിന് അവസാനമില്ല. ഓരോ ദിനം കൂടുമ്പോഴും കൂടുതൽ ആക്രമണം കടുക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി എന്ന പേരിലും കൂടുതൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. അതിൽ നിരവധി പേർക്ക് ബാധിക്കപ്പെടുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. അനിൽ, ഇന്ന് അബുദാബി കേന്ദ്രീകരിച്ച് ഉച്ചയ്ക്കുണ്ടായ ആക്രമണം അത് അത്യാവശ്യം വലിയൊരു ആക്രമണമായിരുന്നു. അതിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം, അതിൽ ആ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിച്ചു. കാര്യമായ തോതിൽ തീ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് അണയ്ക്കാൻ വളരെ പാടുപെട്ടു. ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഒരു ഈജിപ്ത് സ്വദേശി മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ 5 ഇന്ത്യക്കാരുൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നേരത്തെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ മരണം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് കാര്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ്, സാരമായ പരിക്കാളുകൾ കേട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ശരിക്കും ഈ ഹബ്ഷാനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടില്ല. അവിടെ 2 പാകിസ്ഥാൻ സ്വദേശികളും 2 ഈജിപ്ത് സ്വദേശികളുമാണ് പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലുള്ളത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഒരു ഈജിപ്ത് സ്വദേശിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഈ അബുദാബിയിൽ ഉണ്ടായ ആക്രമണത്തിലാണ് ഇന്ന് തന്നെ 5 ഇന്ത്യക്കാരടക്കം 12 പേർക്ക് പരിക്കേറ്റത്. അനിൽ, ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. റഹീസ് പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാർത്തയിലേക്ക് തന്നെയാണ്. ഇറാൻ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാരടക്കം 12 പേർക്ക് പരിക്ക്. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ ആക്രമണം ശക്തമാക്കി. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ ഒഴിവാക്കി. ഇന്നുച്ചയ്ക്ക് അബുദാബിയിലെ അജ്ബാനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് 5 ഇന്ത്യക്കാരടക്കം 12 പേർക്ക് പരിക്കേറ്റത്. ഇതോടെ ആക്രമണത്തിൽ ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം 200 കടന്നു. ആക്രമണത്തിൽ അജ്മാൻ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിച്ചു. പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ കുവൈറ്റിലെ മിന അൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചിരുന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. എണ്ണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ആമസോണിന്റെ ക്ലൗഡ് പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ദുബായിലെ ഒറാക്കിൾ ഡാറ്റാ സെന്റർ ആക്രമിച്ചെന്ന വാർത്ത വ്യാജമാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി. സൗദി അറേബ്യയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദുബായിലെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ ഒഴിവാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നേരിട്ടുള്ള ശുശ്രൂഷകൾ ഇല്ലെന്ന് പള്ളികൾ സർക്കുലർ ഇറക്കി. ജബൽ അലിയിലെ ഹിന്ദു ക്ഷേത്രം താത്കാലികമായി അടച്ചെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുനാനാക്ക് ദർബാർ ഗുരുദ്വാരയും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടും. 24 ദുബായ്. കുരിശുമരണത്തിലൂടെ യേശുക്രിസ്തു മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മ പുതുക്കി UAE-യിലും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ തുടങ്ങിയ പ്രത്യേക ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളെ തുടർന്ന് ദുബായിലെ പള്ളികളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. യേശുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണകളുമായി UAE-യിലെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിൽ മലയാളം കൂട്ടായ്മയുടെ ആത്മീയ ഗുരു ഫാദർ ടോം ജോസഫ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണെന്നുള്ള പീഡാനുഭവ സന്ദേശവും ഇടവക ജനങ്ങൾക്ക് നൽകി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി പ്രദക്ഷിണവും കുരിശുകുമ്പിടിയും നടന്നു. ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ പുലർച്ചെ 3 മണിയോടെയാണ് ദുഃഖവെള്ളിയുടെ ദിവ്യകർമ്മങ്ങൾ നടന്നത്.
ശിവയോനെന്ന കൗരിക്കാരനെ പിടിച്ചു നിർത്തി കുരിശ ചുമരിൽ വെച്ചു. യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. UAE മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വടക്കൻ എമിറേറ്റിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ ഫാദർ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പായുടെ നേതൃത്വത്തിൽ റാസൽ കൈമ സെന്റ് ആന്റണി ഓഫ് പാതുവ ദേവാലയത്തിൽ നടന്നു. ഷാർജ, ദുബായ്, റാസൽ കൈമ, ഫുജൈറ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളെ തുടർന്ന് ദുബായിലെ ദേവാലയങ്ങളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരാനാണ് തീരുമാനം. 24 ദുബായ്. ന്യൂസിലാൻഡ് ഓക്ലൻഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. രണ്ടിടങ്ങളിലായി നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ തോമസ് പീച്ചനാട്ട്, ഫാദർ അബിൻ മണക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഓസ്ട്രേലിയയിലും പ്രവാസി മലയാളികൾക്കായുള്ള ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. ഗോൾഡ് കോസ്റ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ദുഃഖവെള്ളി ആരാധനകൾ നടന്നു. ഫാദർ പോൾ എബ്രഹാം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിരോധിയാകുന്നുവെന്ന് അട്ടഹസിച്ചു പറഞ്ഞു. പീലാത്തോസിന് കേട്ട യേശുവിനെ പുറത്തു കൊണ്ടുവന്നിട്ട് എബ്രായ ഭാഷയിൽ ഗിബ്തോ എന്ന് പറയപ്പെടുന്നതായി കർത്തളം എന്നു പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിന്മേലിരുന്നു. അത് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. കുതിച്ചുയർന്ന ഇന്ധനവിലയിൽ ആശ്വാസമേകാൻ ഓസ്ട്രേലിയൻ സർക്കാർ ഇന്ധന എക്സൈസ് തീരുവ പകുതിയായി കുറയ്ക്കാൻ തീരുമാനിച്ച ഈ നടപടി ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും? വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും റോസമ്മ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധന എക്സൈസ് തീരുവ പകുതിയായി കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ രാജ്യത്തെ ഇന്ധനവില കുറയുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ നടപടി മാർച്ച് 30 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 22 സെന്റ് വരെ കുറവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. 6 മാസത്തേക്കാണ് എക്സൈസ് തീരുവയിലെ ഈ ഇളവ്. എന്നിരുന്നാലും ഈ വിലക്കുറവ് എത്രത്തോളം വേഗത്തിൽ ഉപഭോക്താക്കളിലേക്ക് എത്തുമെന്നത് ഒരു പ്രധാന ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എണ്ണ കമ്പനികളും റീറ്റെയിലർമാരും പഴയ സ്റ്റോക്കുകൾ വിറ്റഴിച്ചതിന് ശേഷം മാത്രമേ പുതിയ വില നിലവിൽ വരാൻ സാധ്യതയുള്ളൂ എന്നാണ്. ഇത് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എണ്ണ കമ്പനികൾക്ക് ഈ ആനുകൂല്യം വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ തീരുമാനം ഓസ്ട്രേലിയയിലെ ദശലക്ഷക്കണക്കിന് വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ചരക്ക് ഗതാഗത മേഖലകൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ഇത് ഗുണകരമാകും. ആഗോള വിപണിയിലെ അസ്ഥിരത തുടരുന്ന സാഹചര്യത്തിൽ ഈ 6 മാസത്തെ ഇളവ് രാജ്യത്തെ സാമ്പത്തിക മേഖലകൾക്ക് താങ്ങായി മാറിയേക്കാം. എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ധനവിലയെ നിയന്ത്രിക്കാൻ കൂടുതൽ സുസ്ഥിരമായ നയങ്ങൾ ആവശ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ഇന്ധനവിലയുടെ ഗതിവിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. റോസമ്മ രമേശ്, 24 ഓസ്ട്രേലിയ. UAEയിലെ ഈസ്റ്റർ വിഷു വിപണികളും സജീവമാവുകയാണ്. വിഭവ വൈവിധ്യങ്ങളുമായി ലുലുവിൽ അച്ചായൻ സദ്യയടക്കമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കടക്കം വൻ ഓഫറും ഇപ്പോൾ ലഭ്യമാണ്. ഈസ്റ്ററും വിഷുവും അടുത്തതോടെ UAEയിൽ വിപണികൾ സജീവമായി കഴിഞ്ഞു. വാരാന്ത്യം കൂടി കണക്കിലെടുത്ത് മികച്ച ഓഫറുകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഈസ്റ്ററിനെ വരവേൽക്കാൻ 18 വിഭവങ്ങളുള്ള ഈസ്റ്റർ സ്പെഷ്യൽ അച്ചായൻ സദ്യ അടക്കം ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രോൺസ് മാംഗോ ഡ്രംസ്റ്റിക് കറി, മീൻ മുളകിട്ടത്, ബീഫ് ചില്ലി കോക്കനട്ട് ഫ്രൈ, ചിക്കൻ നാടൻ ഫ്രൈ, ബീഫ് സ്റ്റൂ, അപ്പം, അവിയൽ, പായസം തുടങ്ങി വിവിധതരം വിഭവങ്ങളാണ് അച്ചായൻ സദ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. 39 ദിർഹമാണ് പാക്കറ്റിന്റെ വില. ഗൃഹാതുരതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അച്ചായൻ സദ്യയ്ക്ക് മികച്ച പ്രീ ബുക്കിംഗാണ് ഉണ്ടായിരിക്കുന്നത്. മലബാർ സ്പെഷ്യൽ വിഭവങ്ങളുടെയും പലഹാരങ്ങളുടെയും വിപുലമായ നിര ഹോട്ട് ഫുഡ് സെക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്.
ബേക്കറി, ചോക്ലേറ്റ് തുടങ്ങിയവയുടെയും മികച്ച ശേഖരമുണ്ട്. ഈസ്റ്ററിനോടനുബന്ധിച്ച് വീട്ടുപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും മികച്ച ഓഫറുകളാണുള്ളത്. 24 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയിൽ നടന്നു. മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് എത്തിയത്. എൻ ജനമേ ചൊൽക, ഞാനെന്തു ചെയ്തു കുരിശ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ത്യാഗസ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുലർച്ചെ മുതൽ മലയാറ്റൂരിൽ കുരിശുമുടി കയറാനെത്തിയത്. കുരിശു ചുമന്നു ഞാൻ തളരുമ്പോഴും നിന്നയോടെന്റെ മേൽ തുപ്പുന്നിവ. സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വലിയൊരു ദുഃഖവെള്ളിയുണ്ട്. ആ ദുഃഖവെള്ളി ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവചനമായിരുന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സംയുക്ത സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു. സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ബെസേലിയോസ് മാർ ക്ലെമിസ് കാത്തോലിക്ക ബാവ, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ എന്നിവർ നേതൃത്വം നൽകി. ക്രൂശിന്റെ അടുത്തേക്ക് വിശ്വാസ സമൂഹവും ക്രൂശിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരും അടുത്തു വരുന്ന ദിവസമാണ്. എറണാകുളം പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രലിൽ യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നു. പാമ്പാടി ദേറായിൽ നടന്ന ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. 24 കൊച്ചി. FCRA നിയമ ഭേദഗതി സംബന്ധിച്ച് ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. നിയമ ഭേദഗതി താൽക്കാലികമായി നിർത്തിവച്ചതായി മന്ത്രി അറിയിച്ചെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ഈ സഭാ സമ്മേളന കാലയളവിൽ ഭേദഗതി അവതരിപ്പിക്കില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകൾ മന്ത്രിയെ അറിയിച്ചെന്നും ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. ഈ വിദേശ സംഭാവന സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ല് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ വെളിച്ചത്തിലൊരു ചർച്ചയ്ക്കാണ് അദ്ദേഹം സന്നദ്ധമായത്. ഈ നിയമം തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തുമെന്ന്. സഭാ പ്രതിനിധികളുടെ ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കുമെന്ന് കിരൺ റിജിജു പറഞ്ഞു. സംസ്ഥാന BJP നേതൃത്വത്തോട് തിരഞ്ഞെടുപ്പിന് ശേഷം ഇവരുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ആവശ്യപ്പെട്ടു. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും ബില്ല് കൊണ്ട് ദോഷമുണ്ടാകില്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. I have heard all their concerns and they had raised certain issues before me. I have told them that the Congress party and the Communist party are spreading lots of rumors in Kerala because of the election. If there were no election, they would not have raised this issue. But however, the genuine Christian organizations have raised certain issues. We have taken them into consideration, and right now the bill has been put on hold. And after election, I will meet them again. And I have told our state unit, BJP President Rajiv Chandrasekhar ji and his team to come to Delhi and come in writing some of the points which they have raised. I have also noted down certain points. തിരികെ വാർത്തകളിലേക്ക്. ഇനി തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ പവേർഡ് ബൈ ബെർജർ പെയിന്റ്സ്. പെയിന്റ് യുവർ ഇമാജിനേഷൻ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്. കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം,
നന്നായി ജീവിക്കാം. ബെസ്റ്റ് ഫുഡ് ക്വാളിറ്റിയിലും ബെസ്റ്റ് ഫിനിഷിലും ബെസ്റ്റ്. തന്റെ തിരഞ്ഞെടുപ്പ് തോൽവികളെക്കുറിച്ച് നടത്തിയ വൈകാരിക പ്രസംഗത്തിൽ പ്രതികരണവുമായി കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജു. ഏതു മേഖലയിലും ഒരാൾക്ക് മെച്ചപ്പെടാനുള്ള അവസരമുണ്ട്. 3 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടപ്പോൾ മെച്ചപ്പെടുത്തേണ്ടത് എന്തെന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും M. ലിജു ചോദിച്ചു. 24ന്റെ മണ്ഡലം ചുറ്റും മഹിളകളിലാണ് M. ലിജുവിന്റെ പ്രതികരണം. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിനൊപ്പമാണ്. അദ്ദേഹം വളരെ തിരക്കിട്ട പ്രചാരണത്തിലാണ്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഒരുപാട് പള്ളികളിൽ പോകാനുണ്ട്. എങ്ങനെ നടക്കുന്ന പ്രചാരണം? വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾക്കിടയിലാണ്. അപ്പോൾ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയുണ്ട്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നു. കായംകുളത്തും ശക്തമായ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നു. ചില വിവാദങ്ങളൊക്കെ അതിനിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അർത്ഥത്തിലും ഉണ്ടാവില്ല. എന്താണ് വിവാദം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞങ്ങളുടെ UDF കൺവെൻഷൻ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു നേതാവിന് ഒരു നാക്കുപിഴയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അതിൽ മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിരുന്നു അത്. ഒരു വേദിയിൽ പറഞ്ഞല്ലോ പരാജയങ്ങളിൽ കളിയാക്കുന്നത്, അത് കേൾക്കുമ്പോൾ ഹൃദയവേദന ഉണ്ടാകും. കളിയാക്കുന്ന ആ തരത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞാൻ കണ്ടത് ഒരു കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസരമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നിട്ട് 3 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ 4മതൊരു തവണ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളും ഞാൻ ഏത് മേഖലയിലാണ് ഞാൻ മെച്ചപ്പെടേണ്ടത്, ഞാൻ ഇടപെടാറുണ്ട്. കൂടുതൽ ആത്മാർത്ഥമായ സത്യസന്ധമായ വിഷയങ്ങൾ ഇടപെടാറുണ്ട്. കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതൊരു ചിന്ത പങ്കുവെച്ചതാണ്. സെൻസിറ്റീവായ ഒരു പച്ച മനുഷ്യനാണോ? അല്ല, മനുഷ്യരാണല്ലോ. പച്ചയാണോ? അല്ല, നമ്മൾ ഈ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ സാധാരണ എപ്പോഴും അതിനോട് ഒരു സാർക്കാസ്റ്റിക്കലി പറയുന്നത് തൊലിക്കെട്ടി എന്നൊക്കെയാണല്ലോ. അങ്ങനെയല്ല, നമ്മൾ സമചിത്തത പുലർത്താറുണ്ട്. ഇപ്പം നമ്മൾ അമിതമായ രോഷപ്രകടനത്തിനോ അമിതമായ വൈകാരിക പ്രകടനത്തിനോ വലിയ കാര്യമുള്ള ആളായിട്ടല്ല, അങ്ങനെ അതിനകത്ത് എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കേണ്ടി വരും? മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഗദ്ഗതങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന കണ്ണീരൊഴിച്ചുകൊണ്ടല്ല, അന്നല്ല, കണ്ണീരല്ല പ്രശ്നം. നമുക്ക് മനുഷ്യരായതുകൊണ്ട് തന്നെ അത്തരം പ്രകടനങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വരഹിതരാവണ്ടേ. അതുപോലെ തന്നെ അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പോൾ ഈ ഇവിടുത്തെ നിലവിലെ MLA കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ അവർ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ അങ്ങ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങേ മണ്ഡലത്തിലേക്ക് MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴായിട്ടുണ്ടോ? തീർച്ചയായും എനിക്ക് മനസ്സിലാവുന്ന കാര്യം കായംകുളത്തിന് വേണ്ടത് ഒരു സമഗ്ര വികസന പദ്ധതിയാണ്. നമുക്കൊരു നിയോജകമണ്ഡലത്തെ കണക്കാക്കേണ്ടത് ഏതെങ്കിലും ഇപ്പം ഒരാൾ എനിക്ക് അടുപ്പമുള്ളൊരു പഞ്ചായത്ത് അംഗം എന്നോട് വന്നിട്ട് ഇന്ന റോഡ് വേണം, അപ്പോൾ എന്നെ അടുപ്പമുള്ളതെങ്കിൽ പിന്നെ ആ റോഡും കൊടുത്തേക്കാം. അതല്ല എൻ്റെ രീതി. നമ്മൾ കാണേണ്ടത് ഒരു നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടാണ്. വികസനത്തിനൊരു മുൻഗണനാക്രമം വേണം. എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആവശ്യം കൂടുതൽ, ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾ ഏതാണോ അവിടെയാണ് നമ്മൾ അതിന് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ കായംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ എല്ലാവിധ ആശംസകളും. അതുപോലെ എന്തായാലും ആ പറഞ്ഞ ആ ഒരു വിഷമം കായംകുളത്തുകാർ മാറ്റിത്തരും. റോബർട്ട് ബ്രൂസിനെ പോലെ വിജയിച്ചു വാ. ഓൾ ദി ബെസ്റ്റ്. ഇതോടുകൂടി ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു.